ഹലോ, നമസ്കാരം. യുദ്ധ സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. ആ ഒരു ചോദ്യത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം യുദ്ധ സിനിമകൾ കണ്ടിട്ട് എന്താണ് നമുക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. യുദ്ധ സിനിമകൾ എപ്പോഴും രണ്ട് പേര് തമ്മിൽ യുദ്ധം ചെയ്യുന്നു, അതിൽ ധാരാളം കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എന്താണ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് ചോദിക്കാവുന്നൊരു സംഭവമാണ്. ലോകത്തിൽ എവിടെ യുദ്ധം നടക്കുമ്പോഴും ദർ ഈസ് കാഷ്വാലിറ്റീസ്, കൊളാറ്ററൽ ഡാമേജ് എന്ന് ഇവർ പറയുന്ന ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മരിക്കുന്നത്. യുദ്ധങ്ങളുടെ ശരിയും തെറ്റും ഡിബേറ്റബിളാണ്. ഏത് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നതനുസരിച്ചിരിക്കും നമ്മൾ അതിൻ്റെ ശരിയും തെറ്റും ഒക്കെ ചിന്തിക്കാൻ. പക്ഷേ വാർഫെയർ എന്ന് പറഞ്ഞൊരു സിനിമ ഇന്ന് കാണാൻ ഇടണ്ടായി. യുദ്ധത്തിനെക്കുറിച്ച് എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ യുദ്ധത്തിൻ്റെ ഭീകരതയെക്കുറിച്ചാണ് ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. ബാറ്റിൽ ഓഫ് റമാദി, ഇറാഖ് വാറിൻ്റെ ഭാഗമായിട്ട് ഒരു അമേരിക്കൻ പ്ലറ്റൂൺ ഒരു വീട്ടിൽ നിന്നിട്ട് ഒരു സ്നൈപ്പറൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ സർവേൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ബട്ട് ദേ ഗെറ്റ് അറ്റാക്ട്. അതാണ് ആ സിനിമയുടെ ഒരു സ്റ്റോറി. അത് റേ മെൻഡോസ എന്ന് പറഞ്ഞ ആൾ ഡയറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ അദ്ദേഹം ഇതിൻ്റെ ഭാഗമായിരുന്നു, ഈ പ്ലറ്റൂണിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഓർമ്മകളിൽ നിന്നുമാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്, അതായത് ആ ദിവസം അതിൽ പങ്കെടുത്ത ആർമി ആൾക്കാരുടെ ഓർമ്മകളിൽ നിന്നും അവരെടുത്തതാണ്. അങ്ങനെയാണ് ആ സിനിമ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്. അതൊരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിനല്ല, അതൊരു ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഹൗ എത്ര ഭീകരമാണ് ആ ഒരു വാർ ഫ്രണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ യുദ്ധങ്ങളെ പറ്റിയിട്ടുള്ള വാർത്തകൾ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ടി വി ഓഫാക്കി കഴിഞ്ഞാൽ യുദ്ധം തീർന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. അതിലൂടെ പോയ ആൾക്കാർ, ഇപ്പം എനിക്കൊക്കെ പരിചയമുണ്ട്, ഇപ്പോൾ ആർമിയിൽ വർക്ക് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ വാർ ടൗൺ ആയിട്ടുള്ള ഏരിയാസിൽ ജീവിച്ച ആൾക്കാർ. അവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ എത്ര പ്രിവിലേജ്ഡ് ആയിട്ടാണ് വളരെ എളുപ്പമായിട്ട് AC മുറികളിൽ നിന്നിട്ട് നമ്മൾ യുദ്ധങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ജീവിക്കേണ്ടി വരിക, അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ പോകേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ, ആൻഡ് വി ആർ സോ പ്രിവിലേജ് ടു ആക്ച്വലി നോട്ട് ബി സിറ്റുവേറ്റഡ് ഇൻ സച്ച് കൈൻഡ് ഓഫ് അങ്ങനത്തെ പൊസിഷൻസിൽ എന്നുള്ളതാണ്. പക്ഷേ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ചില ഇത് വരികയാണ്. കാരണം ഒരു US ആർമിയുടെ ഭാഗത്തു നിന്നാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. കാരണം അവർ അനുഭവിക്കുന്ന സംഭവം എന്നുള്ളതാണ്. പക്ഷെ അതിൽ അവർ കാണിക്കുന്ന വേറൊരു പാർട്ടുണ്ട്. അതായത് ഇവരൊരു കറക്റ്റ് പൊസിഷനിലൊരു വീട് കിട്ടിയിട്ട് അവിടെ സ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സോ ദാറ്റ് ദേ ക്യാൻ സർവെയിൽ ദാറ്റ് എൻറ്റയർ പ്ലേസ്. അപ്പോൾ ഇവർ ചൂസ് ചെയ്യുന്നൊരു വീട്ടിൽ ഒരു ഫാമിലി ഉണ്ട്, 2 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഈ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെടിവെപ്പ്, ബോംബേർ, ഇവർക്ക് വെടി കൊള്ളുന്നത്, അതിൻ്റെ കരച്ചിൽ, ബഹളം, ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ആ വീട്ടിലിരിക്കുന്ന ആ സിവിലിയൻസിനെ പറ്റി ആലോചിക്കുക. കാരണം ഇങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ട്രെയിൻഡ് അല്ല, അവർ ആവശ്യപ്പെട്ടിട്ടല്ല അങ്ങനത്തെ അവരുടെ ചോയ്സ് അല്ല അവിടെ. അതിൽ അവസാനം അവിടുന്ന് ഈ US ആർമി ആൾക്കാരൊക്കെ പോകുന്ന സമയത്ത് ഒരു സ്ത്രീ ഇങ്ങനെ ഉറക്ക ചോദിക്കുന്നുണ്ട്, വൈ എന്നുള്ളത്. അതായത് എന്തിന് ഞങ്ങളെ വീട്, അവരാരും മരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ആ വീടിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഈ ചുമരിൽ വെച്ച ചില ചിത്രങ്ങൾ, ചുമരിൽ ഈ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ച ചില മാഗ്നറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഒരു വീട് മാതിരിയുള്ളൊരു വീട് തന്നെയാണ്. അത് വാർ ഏരിയ ആയി മാറുന്ന സമയത്ത് എത്ര പെട്ടെന്നാണ് നമ്മൾ വളരെ സുരക്ഷിതമാണ് എന്ന് കരുതുന്ന നമ്മളുടെ ഒരു വീട് തീരെ സുരക്ഷിതമല്ലാതെ ആവുന്നത്, അല്ലേ? നമുക്കൊക്കെ ഇപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട് ഭയങ്കര സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൂടി കയറി വാതിലടച്ച് കഴിഞ്ഞാൽ വി ആർ സേഫ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അത് വരാതിരിക്കുന്നൊരു സിറ്റുവേഷനെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു. സോ നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്നത് ആരാണ് എന്നുള്ളതല്ല, നമ്മളെ ദ്രോഹിക്കാനാണോ നമ്മളെ ദ്രോഹിക്കാനല്ലെങ്കിലും അവർ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്ന ആരും നമ്മളുടെ കറൻറ്റ് പീസ് ആൻഡ് സേഫ്റ്റിക്ക് എതിരായിട്ട് നിൽക്കുന്നതായിരിക്കും എന്നുള്ളൊരു യു ഡോണ്ട് നോ, ഇറ്റ്സ് സോ സാഡ്. അത്
പല പ്രാവശ്യം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം കാത്തിരിപ്പിൻ്റെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും വാർ സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് പുറത്തു പോകുന്നു, വെടിവെക്കുന്നു, ലഹളമയം, അങ്ങനെയാണല്ലോ കാണുന്നത്. ഇതിൽ ആദ്യത്തെ പകുതി മുഴുവൻ കാത്തിരിപ്പാണ്. അതായത് എത്ര നേരാന്നറിയാം, ഇവർ ദിവസങ്ങളോളം ഇവർ മാറി മാറി ഒരു തോക്കിൻ്റെ ഇങ്ങനെ അതിൽ കൂടെ അങ്ങനെ നോക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റാക്ക് വരും, നമ്മളുടെ സ്ഥലം കോംപ്രമൈസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റാക്ക് ചെയ്യേണ്ട ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ചെയ്യണം. ഇങ്ങനത്തെ ഈ തീരുമാനങ്ങൾ എടുത്തിട്ട് ഈ കാത്തിരിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം അതൊരിക്കലും പലപ്പോഴും സിനിമയിൽ അങ്ങനെ കാണിക്കാറില്ല. പക്ഷേ ഈ സിനിമയിൽ ഏതാണ്ട് ഹാഫ് ഓഫ് ദ മൂവി ഈസ് ദാറ്റ് ഹോൾ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് മൂവ് എന്നുള്ളത്. അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് ആ ഒരു കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിൻ്റെ സമയത്ത് സിവിലിയൻസായ വീട്ടിലുള്ള ആൾക്കാർ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ചു, മറ്റുള്ളവർക്ക് അറിയാം കാത്തിരിപ്പിൻ്റെ അവസാനം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അവർക്കൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്. പക്ഷെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഇല്ല. ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഇന്നലെ വരെ കുഴപ്പമില്ലാണ്ട് വീട്ടിലേക്ക് കയറി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കിടന്നുറങ്ങാൻ പോയി, കുട്ടികളൊക്കെ ഉറക്കി കിടത്തി ഉറങ്ങാൻ പോയി അവർ the next day morning things are different. Second part is completely combat എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളതൊക്കെ അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ്. ആൻഡ് ഇറ്റ്സ് കുറച്ച് ഗോറിയാണ്, ബ്രൂട്ടലാണ്, വളരെ വളരെ ക്ലിയറായിട്ട് ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് ബോംബ് പൊട്ടുന്നു, വെടി പൊട്ടുന്നു ഒക്കെ തന്നെ. സോ ഇഫ് യു ഡോണ്ട് ലൈക്ക് വയലൻസ്, ഇറ്റ്സ് നോട്ട് എ മൂവി ദാറ്റ് യു വുഡ് പ്രോബ്ലി വോണ്ട് ടു വാച്ച്. ബട്ട് യുദ്ധം എന്നുള്ളതിനെ അതിൻ്റെ എല്ലാവിധ ഭീകരതയോടും കൂടി കാണിച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് ഇപ്പോൾ പ്ലറ്റൂൺ എന്ന് പറഞ്ഞ സിനിമ ഓർമ്മല്ലേ, പഴയൊരു സിനിമ, ആ സിനിമയൊക്കെ മാതിരി ഇഫ് യു റിയലി ലുക്ക് അറ്റ് ഇറ്റ്, അത് ആ കാലത്ത് ദാറ്റ് വാസ് വിയറ്റ്നാം വാറുമായി ബന്ധപ്പെട്ടിട്ട് ആ സിനിമ ഭയങ്കര റോ ആയിട്ട് പലതും കാണിച്ചിരുന്നു. ദിസ് ഇസ് മോർ എനിക്ക് തോന്നുന്നതൊരു 7 മണിക്കൂറിൻ്റെ ആ പീരിയഡാണ് ഈ സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാർ സിനിമകൾ, അങ്ങനത്തെ മൂവീസ്, അതിൻ്റെ ഭീകരത, ഐ തിങ്ക് ദിസ് ഇസ് എ മൂവി യു ഷുഡ് നോട്ട് മിസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഐ വിൽ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പം അങ്ങനെയാണ്.